നമസ്കാരം. ഞാൻ ഡോക്ടർ അരുൺ ബി നായർ. 27 വയസ്സുള്ള ചെറുപ്പക്കാരൻ സ്വന്തമായിട്ടൊരു വ്യവസായം ചെയ്യുകയാണ്. അയാൾ ഈയിടെ വിവാഹിതനായി. വിവാഹം കഴിഞ്ഞ് 3 മാസം കഴിഞ്ഞപ്പോൾ ഭാര്യയുമായിട്ട് വലിയ വഴക്കായി. അതേ തുടർന്നാണ് ഇവർ രണ്ടുപേരും കൂടെ വരുന്നത്. ഭാര്യ പറയുന്നു, എൻ്റെ ഭർത്താവിന് ആരെയും വിശ്വാസമില്ല, ഒന്നിനെയും വിശ്വാസമില്ല. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ അത് മറ്റാരോടെങ്കിലും വിളിച്ചു ചോദിക്കും. അയാൾ പറഞ്ഞാലും വിശ്വാസമില്ല, മൂന്നാമതൊരാളിനോട് വിളിച്ചു ചോദിക്കും. ഇങ്ങനെ നിരവധി പേര് പറഞ്ഞാലേ വിശ്വാസം വരത്തുള്ളൂ. ഞാൻ എൻ്റെ വീട്ടിലേക്കൊന്ന് പോകണമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക്, വീട്ടിലേക്ക് പോകണോ? എന്തിനാണ് നിനക്കിപ്പോൾ വീട്ടിൽ പോയിട്ട് ആവശ്യം? അവിടെ നീ ഇപ്പോൾ ചെന്നിട്ട് എന്ത് ചെയ്യാനാണ്? നീ വീട്ടിലേക്ക് തന്നെയാണോ പോകുന്നത്? ഇങ്ങനെയുള്ള ചില ചോദ്യങ്ങൾ ചോദിക്കുന്നു. ഇനി ഞാൻ വീട്ടിൽ പോയി കഴിഞ്ഞാൽ, ഞാൻ വീട്ടിൽ ഏകദേശം എത്തേണ്ട സമയമായി കഴിഞ്ഞാൽ ഉടനെ തന്നെ വീട്ടുകാരെ വിളിച്ച്, എൻ്റെ അച്ഛനെ വിളിച്ച് ചോദിക്കും, അവൾ അങ്ങോട്ട് തന്നെയാണോ വന്നത്, അവിടെ എത്തിയിട്ടുണ്ടോ എന്നൊക്കെ. 1-2 പ്രാവശ്യം കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ വീണ്ടും വീട്ടിൽ പോകേണ്ട ചില സാഹചര്യങ്ങൾ വന്നപ്പോഴൊക്കെ ഇദ്ദേഹം പറഞ്ഞു, വാട്സാപ്പിൽ ലൈവ് ലൊക്കേഷൻ ഇട്ടിട്ട് നീ പോയാൽ മതി, ആ ലൈവ് ലൊക്കേഷൻ ഇടാതെ നീ പോകരുത് എന്ന് പറഞ്ഞ്. അപ്പോൾ ഇത് എൻ്റെ സ്വകാര്യതയിലേക്കുള്ള ഒരു കടന്നുകയറ്റമല്ലേ? ആ പെൺകുട്ടിയും സ്വന്തമായിട്ടൊരു ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണ്, എല്ലാ ദിവസവും ജോലിക്കൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ ജോലിക്ക് പോകുമ്പോഴും ഈ പറഞ്ഞ രീതിയിൽ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി. ലൈവ് ലൊക്കേഷൻ ഇട്ടിട്ട് പോയാൽ മതി. അതിന് കാരണമായിട്ട് പുള്ളി പറയുന്നത്, നീ എവിടെയാണ് പോകുന്നത്, നിനക്ക് എന്തെങ്കിലും അപകടം പറ്റുമോ, അപകടം പറ്റിക്കഴിഞ്ഞാൽ ഞാൻ അറിയണമല്ലോ, അതിനു വേണ്ടിയിട്ടാണ് ലൈവ് ലൊക്കേഷൻ ഇടാൻ പറയുന്നതെന്നൊക്കെയാണ് പുള്ളി പറയുന്നത്. പക്ഷേ ഈ കുട്ടി പറയുന്നുണ്ട്, ഈ ഇദ്ദേഹത്തിൻ്റെ അമ്മയും പറയുന്നു, കുട്ടിക്കാലം തൊട്ടേ ആരെയും വിശ്വാസമില്ല. ഒരുപാട് കൂട്ടുകാരൊക്കെ ഉണ്ട്, പക്ഷേ അവരുമായിട്ട് ഓരോന്ന് പറഞ്ഞങ്ങ് പിണങ്ങും. അത് കഴിഞ്ഞാൽ പിന്നെ അവരോട് വല്ലാത്ത വൈരാഗ്യമാണ്. ആരെങ്കിലും എപ്പോഴെങ്കിലും ഒന്ന് കളിയാക്കിയാൽ ഇത് മനസ്സിൽ ഓർത്ത് വെച്ച് വർഷങ്ങൾക്ക് ശേഷം എപ്പോഴെങ്കിലും തരം കിട്ടുമ്പോൾ, അവരെ മാനസികമായിട്ട് തകർക്കാൻ പറ്റുന്നൊരു സമയം കിട്ടുമ്പോൾ ഈ പഴയ കാര്യം ഓർത്ത് വെച്ചുകൊണ്ട് അവരോട് പെരുമാറും. ഇങ്ങനത്തെ ഒരു രീതിയാണ്. എന്നാൽ ആ ചെറുപ്പക്കാരനോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? നിങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യയെ സംശയമുണ്ടോ? അല്ല, സംശയമൊന്നും അല്ല, പക്ഷേ ഈ ലോകം അത്ര നല്ല ഒരു സ്ഥലമല്ലല്ലോ, മോശപ്പെട്ട ആളുകളൊക്കെ ഒരുപാടില്ലേ, അപ്പോൾ നമ്മളൊരു സുരക്ഷിതത്വത്തിന് വേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്യുന്നതല്ലേ നല്ലത്. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ ഈ ഒരു കാര്യം ഭാര്യ പറയുന്നു, അത് വീണ്ടും 4-5 പേരോടൊക്കെ ചോദിച്ചിങ്ങനെ സംശയ നിവൃത്തി വരുത്തുന്നത് എന്തിനാ? അല്ല, അത് തെറ്റായ ഇൻഫർമേഷൻസൊക്കെ ഒരുപാട് വ്യാപിക്കുന്നൊരു ലോകമല്ലേ. ഇപ്പോൾ തന്നെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഒരുപാട് തെറ്റായ വിവരങ്ങളൊക്കെ വരുന്നില്ലേ. അതുകൊണ്ട് നമ്മളതൊന്ന് ഉറപ്പ് വരുത്തുന്നത് നല്ലതാണല്ലോ. നമ്മൾ അബദ്ധത്തിൽ ചെന്ന് ചാടുന്നതിലും നല്ലത് ഇതല്ലേ. ഈ ഒരു സ്വഭാവ സവിശേഷതയെ പാരനോയിഡ് പേഴ്സണാലിറ്റി ഡിസോർഡർ അല്ലെങ്കിൽ സംശയ പ്രകൃതിയുള്ള വ്യക്തിത്വ വൈകല്യം എന്ന് പറയും. ഇതിൻ്റെ ഒരു പ്രത്യേകത, കുട്ടിക്കാലം തൊട്ടേ തന്നെ ഇവർക്ക് ആരെയും പൂർണ്ണമായി വിശ്വാസമില്ല. മറ്റുള്ളവരൊക്കെ നമ്മളെ പറ്റിക്കും, ചതിക്കും, കബളിപ്പിക്കും എന്നൊരു തോന്നലാണ്. അതുകൊണ്ട് തന്നെ ഒരു കാര്യം ആരെങ്കിലും പറഞ്ഞാൽ അത് 4 പേരോടെങ്കിലും ചോദിച്ചിട്ട് അത് നിവർത്തി വരുത്തിയിട്ടേ അത് വിശ്വസിക്കുകയുള്ളൂ. വീട്ടിലുള്ള ആളുകളോടും ഇതേപോലത്തെ സംശയമായിരിക്കും. സ്വന്തം അമ്മ പറയുന്ന കാര്യങ്ങൾ പോലും ചിലപ്പോൾ പൂർണ്ണമായിട്ട് വിശ്വസിച്ചു എന്ന് വരില്ല. മാത്രമല്ല, ഈ വിശ്വാസക്കുറവ് മാത്രമല്ല, പെട്ടെന്ന് വല്ലാത്തൊരു വൈരാഗ്യ ബുദ്ധി ഇവർക്ക് വരും. ഇവരെ എന്തെങ്കിലും തരത്തിൽ അവഹേളിക്കുകയോ കളിയാക്കുകയോ ഒരു തമാശ പറഞ്ഞൊന്ന് കുറ്റപ്പെടുത്തുകയോ ഒക്കെ ചെയ്യുന്ന വ്യക്തികളെ പോലും മനസ്സിൽ ആ വൈരാഗ്യം തീവ്രമായിട്ട് സൂക്ഷിക്കും. പിന്നീട് എപ്പോഴെങ്കിലും ഒരു അവസരം കിട്ടുമ്പോൾ ഈ വൈരാഗ്യം അങ്ങ് തീർക്കും. അവരെ എന്തെങ്കിലും തരത്തിൽ തകർക്കാനുള്ളൊരു അവസരം കിട്ടിയാൽ, അവരുടെ കുറ്റങ്ങൾ പറയാനുള്ളൊരു അവസരം കിട്ടിയാൽ അതൊക്കെ പറഞ്ഞ് മാനസികമായിട്ട് അവരെ അങ്ങ് തകർത്ത് കളയും. സ്വാഭാവികമായും ഈ വ്യക്തികളോടൊപ്പം ജീവിക്കുക എന്നുള്ളത് വളരെ ദുസ്സഹമായൊരു കാര്യമായിരിക്കും. ഇവരോടൊപ്പം പ്രവർത്തിക്കുക എന്നുള്ളതും പ്രയാസമായിരിക്കും. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിൻ്റെ സ്വന്തം വ്യവസായം നടത്തുന്നൊരു വ്യക്തിയാണ്. അച്ഛൻ നടത്തിക്കൊണ്ടിരുന്ന വ്യവസായമാണ്. അച്ഛന് ആരോഗ്യ പ്രശ്നങ്ങൾ വന്ന ശേഷം ഇദ്ദേഹം അത് ഏറ്റെടുത്തതാണ്. അച്ഛൻ വളരെ നല്ല രീതിയിൽ നടത്തിക്കൊണ്ടിരുന്ന വ്യവസായ മേഖലയിൽ ഇപ്പോൾ ഇദ്ദേഹം മകൻ ഏറ്റെടുത്ത ശേഷം പ്രശ്നങ്ങൾ വരികയാണ്. കാരണം അവിടെ ഏറ്റവും വിശ്വസ്തരായ ചില വ്യക്തികളുണ്ട്. അവർ പറയുന്നത് വിശ്വസിക്കത്തില്ല. അവർ പറയുന്ന കാര്യങ്ങൾ മറ്റാളുകളോട് ചോദിച്ചിട്ടേ വിശ്വസിക്കുകയുള്ളൂ. എല്ലാവരെയും ഒരു സംശയദൃഷ്ടിയോട് കാണും. അതുകൊണ്ട് തന്നെ എല്ലാവരും ഇദ്ദേഹത്തിൽ നിന്ന് അകന്നു പോകുന്നൊരവസ്ഥയാണ്. ഇപ്പോൾ ഭാര്യ പറയുന്നു, എന്നെ വിശ്വാസമില്ലാത്തൊരു മനുഷ്യൻ്റെ കൂടെ ഞാൻ എങ്ങനെ ജീവിക്കും? ഇങ്ങനെ ജീവിതകാലം മൊത്തം ലൈവ് ലൊക്കേഷനും ഇട്ട് കൊടുത്ത് ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം അദ്ദേഹത്തെ ധരിപ്പിച്ച്, ഒരു വ്യക്തി എന്നുള്ള നിലയിൽ എനിക്ക് എന്തെങ്കിലും ഒരു സ്വാതന്ത്ര്യം വേണ്ടേ? ആ സ്വാതന്ത്ര്യത്തെ അംഗീകരിക്കാത്ത ഇയാളുടെ കൂടെ ഞാൻ എങ്ങനെ ജീവിക്കും? ഇതാണ് ഈ പാരനോയിഡ് പേഴ്സണാലിറ്റിയുടെ ഒരു പ്രത്യേകത. കുട്ടിക്കാലം തൊട്ട് തുടങ്ങും, കൗമാരമാവുമ്പോൾ ഇത് പൂർണ്ണമായും പ്രകടമാവും, യൗവനത്തിലും അത് തുടരും. ഇത് ദീർഘകാലം നീണ്ടു നിൽക്കുന്ന മനഃശാസ്ത്ര ചികിത്സകൾ വേണ്ടുന്ന ഒരു അവസ്ഥയാണ്. ചിലപ്പോൾ ഇതിനിടയിലുണ്ടാകുന്ന തീവ്രമായ സംശയങ്ങൾ
അക്രമ സ്വഭാവം, ദേഷ്യം, ഇതൊക്കെ നിയന്ത്രിക്കാൻ ചില മരുന്നുകളുടെ സഹായം കൂടെ വേണ്ടി വരും. എങ്കിലും പ്രാഥമികമായും മനഃശാസ്ത്ര ചികിത്സകൾ, ഇവരുടെ തലച്ചോറിലെ ചില രാസവസ്തുക്കളുടെ അളവിലൊക്കെ വ്യതിയാനങ്ങൾ കാണും. ഡോപ്പമിൻ എന്ന് പറഞ്ഞ കെമിക്കലൊക്കെ കൂടുതലായിട്ടുണ്ടാവും. ഈ ഡോപ്പമിൻ ക്രമീകരിക്കാൻ സഹായിക്കുന്ന മരുന്നുകൾ സഹായകമാകും. എന്നാലും അതിനേക്കാൾ പ്രധാനമായിട്ട് ഒരുപക്ഷെ ഇവരുടെ ചിന്താവൈകല്യങ്ങൾ തിരുത്താനുള്ള മനഃശാസ്ത്ര ചികിത്സകൾ വഴിയാണ് ഇവരെ നമുക്ക് ഒന്ന് റെഡിയാക്കി കൊണ്ടുവരാനായിട്ട് സാധിക്കുക. നമസ്കാരം.